കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കണിൽ അമർത്തുക. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ആൻഡ്രോയിഡ് മൊബൈലിലുള്ള 5 ഹിഡൻ ടിപ്സുകളാണ്. നിങ്ങൾ ആൻഡ്രോയിഡ് മൊബൈൽ ഉപയോഗിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ എൻഡ് വരെ കാണുക. ഈ വീഡിയോയിലൂടെ അധികം ആർക്കും അറിയാത്ത ആൻഡ്രോയിഡിന്റെ 5 ഹിഡൻ ഫീച്ചറുകൾ ഞാൻ പരിചയപ്പെടുത്തുന്നതാണ്. ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ആക്കാം. സെറ്റിംഗ്സ് ഓപ്പൺ ആക്കിയതിനു ശേഷം സെറ്റിംഗ്സിൽ നിങ്ങൾക്ക് അക്സസിബിലിറ്റി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ലഭിക്കും. അത് ഓപ്പൺ ആക്കണം. അക്സസിബിലിറ്റി ഓപ്പൺ ആക്കിയതിനു ശേഷം നിങ്ങൾക്ക് ഇവിടെ വിഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ലഭിക്കും. നിങ്ങളിവിടെ കാണാൻ സാധിക്കും ഇപ്പോൾ സെറ്റിംഗ്സിന്റെ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് കളറാണ്. നമുക്ക് ഇവിടെ നിന്നും ഇതിന്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്യാം. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് കളർ ഇൻവേർഷൻ എന്നുള്ള ഒരു ഓപ്ഷൻ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഏറ്റവും താഴെയായിട്ട് അതിന്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു ബോക്സ് കാണാം. ഇത് നിങ്ങൾ ടിക്ക് ചെയ്ത് കൊടുക്കുക. നോക്കുക, ഇതിന്റെ കളർ ചേഞ്ച് ആയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നോക്കുക, ആൻഡ്രോയിഡ് ഫോണിന്റെ ലുക്ക് തന്നെ മാറിയിരിക്കുന്നത് കാണാൻ സാധിക്കും. ഞാൻ വീണ്ടും ഈ ടിക്ക് മാർക്ക് ഒഴിവാക്കി കൊടുക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വൈറ്റ് കളറിലേക്ക് വീണ്ടും മാറിയിരിക്കുന്നത് കാണാൻ സാധിക്കും. അതിനോടൊപ്പം തന്നെ ഇവിടെ തന്നെ മറ്റൊരു ഓപ്ഷനുകളുണ്ട്. കളർ കറക്ഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഇവിടെ നിന്നും കളർ കറക്ഷൻ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ കറക്ഷൻ മോഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ലഭിക്കും. ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഇതിന്റെ തീം ചേഞ്ച് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറുകളിലേക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. നോക്കുക, പല കളറുകൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. നോക്കുക, അധികം ആർക്കും അറിയാത്ത ആൻഡ്രോയിഡ് ഫോണിന്റെ ഒരു ഫീച്ചറാണിത്. ഈ ഫോണിൽ എനിക്കിപ്പോൾ 3 കളറുകൾ മാത്രമേ ഇവിടെ ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. എന്നാൽ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫോണുകളിൽ നിങ്ങൾക്ക് കുറേയേറെ കളറുകൾ ഇവിടെ നിന്ന് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. പല തീമുകൾ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. എനിക്ക് തോന്നുന്നു കുറച്ച് പഴയ ഫോണുകൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ആൻഡ്രോയിഡ് ഫോണിന്റെ തീം ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് കളർ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. രണ്ടാമത്തെ ഹിഡൻ ഫീച്ചർ എന്താണെന്ന് നോക്കാം. അതിനായിട്ട് വീണ്ടും നമുക്ക് അക്സസിബിലിറ്റി ഓപ്പൺ ആക്കണം. അക്സസിബിലിറ്റി ഓപ്പൺ ആക്കിയതിനു ശേഷം വീണ്ടും നിങ്ങൾ വിഷൻ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ മാഗ്നിഫിക്കേഷൻ ഗസ്റ്റർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ലഭിക്കും. അത് എനേബിൾ ചെയ്യുക. ഇത് എനേബിൾ ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഇവിടെ ഒന്ന് വായിച്ചു നോക്കാൻ സാധിക്കും ഇതെന്താണ് ഇവിടെ കൊടുത്തിരിക്കുന്നതെന്ന്. ഞാനത് പറഞ്ഞുതരാം. ഈ ഓപ്ഷൻ എനേബിൾ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഫോണിന്റെ ഏത് വിൻഡോയിൽ നിന്നും നിങ്ങളുടെ ഫോൺ സൂം ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കാണാൻ സാധിക്കും ഞാൻ ഹോം സ്ക്രീനിലാണ്. ഇപ്പോൾ ഞാൻ ഇതൊന്ന് സൂം ചെയ്യാൻ സാധിക്കുമോ നോക്കുകയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് 3 പ്രാവശ്യം സ്ക്രീനിൽ ടാപ്പ് ചെയ്യുക എന്നുള്ളതാണ്. നോക്കുക, ടാപ്പ് ചെയ്തതിനു ശേഷം 2 വിരലുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് സ്ക്രീനിന്റെ ഓരോ ഭാഗവും സൂം ചെയ്ത് കാണാൻ സാധിക്കും. നോക്കുക, അതിനുശേഷം സൂം ഔട്ട് ചെയ്യാനായിട്ട് വീണ്ടും 3 ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് സൂം ഔട്ട് ആവുന്നതാണ്. ഈ ഓപ്ഷൻ യൂസ്ഫുൾ ആവുന്നത് ചില വെബ്സൈറ്റുകളുണ്ട് നമുക്ക് സൂം ചെയ്യാൻ സാധിക്കാത്ത വെബ്സൈറ്റുകൾ. ആ വെബ്സൈറ്റുകളിലൊക്കെ നിങ്ങൾ സന്ദർശിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം സൂം ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ ഫോണിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ അവൈലബിൾ ആണ്. ഇത് ഉപയോഗിച്ച് നിങ്ങൾക്ക് സൂം ചെയ്യാൻ സാധിക്കാത്ത വെബ്സൈറ്റുകളും മറ്റും നിങ്ങൾക്ക് സൂം ചെയ്ത് നോക്കാൻ സാധിക്കും. മൂന്നാമത്തെ ഫീച്ചർ എന്താണെന്ന് നോക്കാം. അതിനായിട്ട് വീണ്ടും സെറ്റിംഗ്സ് ഓപ്പൺ ആക്കിയതിനു ശേഷം ഇവിടെ നിങ്ങൾക്ക് ഡെവലപ്പർ ഓപ്ഷൻ എന്ന് പറയുന്ന ഒരു സെറ്റിംഗ് കാണാൻ സാധിക്കും. അത് ഓപ്പൺ ആക്കണം. നിങ്ങളുടെ ഫോണിൽ ഡെവലപ്പർ ഓപ്ഷൻ എനേബിൾ അല്ല എന്നുണ്ടെങ്കിൽ എബൌട്ട് ഡിവൈസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഓപ്പൺ ആക്കിയതിനു ശേഷം ഇവിടെ നിങ്ങൾക്ക് ബിൽഡ് നമ്പർ കാണാൻ സാധിക്കും. ബിൽഡ് നമ്പറിൽ നിങ്ങൾ 7 ടൈംസ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിലെ ഡെവലപ്പർ ഓപ്ഷൻ എനേബിൾ ആവും. അതിനുശേഷം നിങ്ങൾ ഡെവലപ്പർ ഓപ്ഷൻ ഓപ്പൺ ആക്കുക. ഇവിടെ നിങ്ങളുടെ ഫോൺ ചാർജിംഗ് ടൈമിൽ സ്ലീപ്പ് ആകാതെ നിങ്ങൾക്ക് എവേക്ക് ആക്കി വെക്കാൻ സാധിക്കും. അതിനായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും രണ്ടാമത്തെ ഓപ്ഷൻ സ്റ്റേ എവേക്ക് സ്ക്രീൻ വിൽ നെവർ സ്ലീപ്പ് വൈൽ ചാർജിങ്. ചാർജിംഗ് ടൈമിൽ നിങ്ങൾക്ക് ഫോണിന്റെ സ്ക്രീൻ ഓഫ് ആകാതെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ സാധിക്കും. ഇനി 4ാമത്തെ ഫീച്ചർ എന്താണെന്ന് നോക്കാം. വീണ്ടും നമ്മൾ സെറ്റിംഗ്സ് ഓപ്പൺ ആക്കിയതിനു ശേഷം ഡെവലപ്പർ ഓപ്ഷൻ ഓപ്പൺ ആക്കുക. ഡെവലപ്പർ ഓപ്ഷനിൽ നമുക്ക് ഒരു സെറ്റിംഗ്സ് ലഭിക്കും. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും പലരും റൈറ്റ് ഹാൻഡിൽ ഫോൺ ഉപയോഗിക്കുന്നവരുണ്ട്, ലെഫ്റ്റ് ഹാൻഡിൽ ഫോൺ ഉപയോഗിക്കുന്നവരുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇത് നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് മോഡിലാണ്. ലെഫ്റ്റ് ഹാൻഡിൽ ഉപയോഗിക്കുന്നവർക്ക് നിങ്ങളുടെ കാണാം ഇവിടെ നിന്ന് ഓരോ സെറ്റിംഗ്സ് ഓപ്പൺ ആക്കാൻ സാധിക്കും. ഞാൻ പറഞ്ഞു തരുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾ ഫോണിൽ എനേബിൾ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഈ എഴുതിയിരിക്കുന്നത് മൊത്തം ഓപ്പോസിറ്റ് സൈഡിലേക്ക് മാറുന്നത് കാണാൻ സാധിക്കും. അതായത് റൈറ്റ് സൈഡിലേക്ക് എഴുതിയിരിക്കുന്നത് മൊത്തം റൈറ്റ് സൈഡിലേക്ക് മാറും. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഫോഴ്സ് RTL ലേഔട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ കാണാൻ സാധിക്കും. അത് ടിക്ക് ചെയ്യുക. നോക്കുക, ഇപ്പോൾ ഫോണിന്റെ എല്ലാ സെറ്റിംഗ്സും ലെഫ്റ്റ് സൈഡിലേക്ക് മാറിയിരിക്കുന്നത് കാണാൻ സാധിക്കും. ഞാൻ ഒന്ന് ബാക്ക് ചെയ്തു. ബാക്ക് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ടൈം തൊട്ട് എല്ലാ കാര്യങ്ങളും ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ചേഞ്ച് ആയിരിക്കുന്നത് കാണാൻ സാധിക്കും. നോക്കുക, ബ്രൈറ്റ്നസ് വരെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. റൈറ്റ് സൈഡിൽ നിന്നാണ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നത്. അപ്പോൾ ഈ ഓപ്ഷനുകളൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഓൺ ആക്കുകയോ ഓഫ് ആക്കുകയോ ഒക്കെ ചെയ്യാൻ സാധിക്കും. നിങ്ങൾ അറിഞ്ഞിരിക്കുക നിങ്ങളുടെ ഫോണിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ കൂടിയുണ്ട്. വീണ്ടും നിങ്ങൾക്ക് ഇത് മാറ്റണമെന്നുണ്ടെങ്കിൽ ഈ
ടിക്ക് മാർക്ക് ഒഴിവാക്കി കൊടുക്കുക. നോക്കുക, ഇപ്പോൾ നോർമൽ മോഡിലായിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇനി അഞ്ചാമത്തെ ഫീച്ചർ എന്താണെന്ന് നോക്കാം. വീണ്ടും നമ്മൾ സെറ്റിംഗ്സ് ഓപ്പൺ ആക്കണം. സെറ്റിംഗ്സിൽ നമുക്ക് അക്സസിബിലിറ്റി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ലഭിക്കും. അത് ഓപ്പൺ ആക്കുക. ഇവിടെ നിങ്ങൾക്ക് രണ്ടാമതായിട്ട് ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും, ഹിയറിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. ഇവിടെ നിങ്ങൾക്ക് ഫോണിന്റെ സൗണ്ട് സെറ്റ് ചെയ്യാൻ സാധിക്കും. അതിനോടൊപ്പം തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ഇവിടെ അവൈലബിൾ ആണ്, ഫ്ലാഷ് നോട്ടിഫിക്കേഷൻ. അതായത് നിങ്ങളുടെ ഫോണിൽ കോൾ വരികയോ മെസ്സേജ് വരികയോ ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിന്റെ ഫ്ലാഷ് ലൈറ്റ് കൂടി ഓൺ ആയി ഓട്ടോമാറ്റിക് ആയിട്ട് റിംഗ് ടൂണിനൊപ്പം ഫ്ലാഷ് ലൈറ്റും ഓൺ ആകും. അതാണ് ഈ സെറ്റിംഗ്. നിങ്ങൾ ഇതിവിടെ ഒന്നും ടിക്ക് മാർക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിലേക്ക് കോൾ വരികയാണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഫ്ലാഷ് ലൈറ്റ് ഓൺ ആവും. റിംഗ് ടൂണിനൊപ്പം തന്നെ ഫ്ലാഷ് ലൈറ്റും ഓൺ ആവുന്നതാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു ഓപ്ഷനാണിത്. ഇതിന് നിങ്ങൾക്ക് തേർഡ് പാർട്ടി ആപ്ലിക്കേഷനുകൾ ഒന്നും തന്നെ യൂസ് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങളുടെ ഫോണിൽ തന്നെ ഇൻബിൽഡ് ആയിട്ടുള്ള ഓപ്ഷനാണ്. ഇത് നിങ്ങൾ എനേബിൾ ചെയ്ത് യൂസ് ചെയ്ത് നോക്കുക. ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ഓപ്ഷൻ ഉണ്ട്, സൗണ്ട് ബാലൻസ്. പല സുഹൃത്തുക്കളും എനിക്ക് മെസ്സേജ് അയച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. അവർ ഇയർഫോൺ വെക്കുമ്പോൾ അവരുടെ ഇയർഫോണിന്റെ ഒരു സൈഡിൽ മാത്രമേ കേൾക്കാൻ സാധിക്കുന്നുള്ളൂ. എന്നാൽ ആ സെയിം ഇയർഫോൺ മറ്റു ഫോണുകളിൽ കുത്തുമ്പോൾ കറക്റ്റ് ആയിട്ട് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. അവരുടെ ഫോണിൽ മാത്രം ഒരു സൈഡിൽ മാത്രമേ സൗണ്ട് കേൾക്കാൻ സാധിക്കുന്നുള്ളൂ. എന്താണ്, അതെങ്ങനെ ശരിയാക്കാൻ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കുറെ സുഹൃത്തുക്കൾ മെസ്സേജ് അയച്ചിരുന്നു. കുറെ ദിവസങ്ങൾ മുമ്പാണ്. അപ്പോൾ ഇവിടെയും നിങ്ങൾക്ക് സൗണ്ട് ബാലൻസ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ റൈറ്റിലേക്കാണ് ഇത് കൂടി കിടക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് റൈറ്റ് സൈഡിലായിരിക്കും കൂടുതൽ സൗണ്ട് കേൾക്കാൻ സാധിക്കുക, ലെഫ്റ്റ് സൈഡിൽ കുറവായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇത് ബാലൻസ് ചെയ്തതിന്റെ സെന്ററിൽ തന്നെയാണോ എന്ന് ഉറപ്പുവരുത്തുക. ഓട്ടോമാറ്റിക്കായിട്ട് ഡീഫോൾട്ട് ആയിട്ട് ഇത് സെന്ററിൽ തന്നെ ആയിരിക്കും. അല്ല ബൈ മിസ്റ്റേക്കിൽ ആരുടെയെങ്കിലും ഫോണിൽ ഇത് ചേഞ്ച് ആയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഇയർഫോൺ വെച്ച് പാട്ട് കേൾക്കുന്ന സമയത്ത് റൈറ്റ് സൈഡിലേക്കോ ലെഫ്റ്റ് സൈഡിലേക്കോ ആയിരിക്കും സൗണ്ട് കേൾക്കുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യണം. അതിനോടൊപ്പം തന്നെ ഞാനിത് പറഞ്ഞു തന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം. ലൈക്ക് ചെയ്തതിനോടൊപ്പം നിങ്ങൾ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ഞാനിന്ന് പറഞ്ഞു തന്നതിൽ ഏത് ഫീച്ചറാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത്, ഏറ്റവും ഉപകാരപ്രദമായിട്ട് തോന്നിയത്, അത് തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് മുഴുവനായിട്ട് എഴുതാൻ സാധിക്കത്തില്ല എന്നുണ്ടെങ്കിൽ ഏത് പോയിന്റ് ആണെന്നുള്ളത് ആ നമ്പർ മാത്രമായിട്ടാണെങ്കിലും നിങ്ങൾ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമന്റുകളിലൂടെ അറിയിക്കുക. നിങ്ങളുടെ കമന്റും ലൈക്കും നോക്കിയതിനു ശേഷം ഇതിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആൻഡ്രോയിഡിന്റെ 10 ഹിഡൻ ഫീച്ചറുകൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ഇതിലും നല്ല അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.